കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം യുദ്ധഭീഷണിയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. പ്രത്യേകമായി മധ്യപൂർവേഷ്യ യുദ്ധക്കെടുതിയിലാണ്. ഒത്തിരിയേറെ ആശങ്കകളും വേദനകളും അസ്വസ്ഥതകളും ഇന്ന് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. ഈ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? ഈ യുദ്ധത്തിലൂടെ ലോക ജനതയുടെ ഭാവി എന്താകും? ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നു, നാശനഷ്ടങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, മാനസിക ശാരീരികവുമായിട്ടുള്ള വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ. ലോക ജനത വളരെ പ്രയാസത്തിൻ്റെ നടുവിലാണ്. ഈ ഒരു സമയത്ത് ദൈവജനം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-ാം വചനത്തിൽ, നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഈ യുദ്ധക്കെടുതികളുടെ നടുവിൽ കർത്താവ് തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിതിൻ്റെ പ്രവചന ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ കടക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിൻ്റെ പൂർത്തീകരണങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ ജനതകളിൽ, രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നതായി ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് കർത്താവ് നമ്മോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 20-ാമത്തെ വചനം, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. യുദ്ധങ്ങളെ പറ്റി കേൾക്കുമ്പോഴും യുദ്ധക്കെടുതികൾ ലോക ജനതയിൽ പല വിധത്തിൽ നാശനഷ്ടങ്ങളും തകർച്ചകളും ഉണ്ടാക്കുമ്പോൾ, എൻ്റെ ജനമേ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുവിൻ. നമ്മെ സഹായിക്കുവാൻ ദൈവമായ കർത്താവിന് മാത്രമേ പറ്റൂ. ദൈവജനം പ്രാർത്ഥിക്കുവാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ സഹായം ദൈവത്തിൽ നിന്ന് വരും. ദൈവത്തിൽ നിന്ന് സഹായം വരും. ഈ യുദ്ധക്കെടുതികളെയും യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെയും അതിന് ദുരിതം അനുഭവിക്കുന്ന ജനതകളെയെല്ലാം അവിടെയെല്ലാം സമാധാനം കൊണ്ടുവരുവാൻ, ആ ജീവിതങ്ങളെ സുഖപ്പെടുത്തുവാൻ ദൈവമായ കർത്താവിന് മാത്രമേ സാധിക്കൂ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, കാലത്തിൻ്റെ അടയാളങ്ങളാണതൊക്കെ. എന്നാൽ ഈ യുദ്ധക്കെടുതികളിൽ നിന്നും, യുദ്ധത്തിൻ്റെ നാശങ്ങളിൽ നിന്നെല്ലാം ജനത്തിന് സംരക്ഷണം കിട്ടാൻ ഈശോ പറഞ്ഞ വചനം എന്താണ്? സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മറ്റെന്തിനേക്കാൾ ഉപരി ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലും ജനതകളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സമാധാനം ഒഴുകപ്പെടുവാൻ നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ മാതാവ് മെജോറിയ മണ്ണിൽ ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു സത്യമുണ്ട്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ശക്തി എൻ്റെ മക്കൾ മറന്നുപോയിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ യുദ്ധങ്ങൾ ഇല്ലാതാക്കാമെന്നും, ദൈവജനത്തിന് ഉപവാസത്തിലൂടെ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാമെന്നും എൻ്റെ കുഞ്ഞുങ്ങൾ മറന്നുപോയിരിക്കുന്നു. മക്കളെ, പ്രേ 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 നിങ്ങൾ അധികമായി പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്ന ഈ അടയാളങ്ങളിലൂടെ സ്വർഗം നമ്മോട് പറയുന്നത് കൂടുതലായി പ്രാർത്ഥിക്കുവാൻ, ലോക സമാധാനത്തിന് വേണ്ടി. ഈ യുദ്ധക്കെടുതികളും യുദ്ധത്തിൻ്റെ തകർച്ചകളും യുദ്ധഭീഷണികളെല്ലാം ജനതകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്ക് കരങ്ങൾ ഉയർത്താം. ഇതിനുവേണ്ടി നമുക്ക് ഉപവസിക്കാം, കണ്ണുനീരൊഴുക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവജനം ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. സഹായം ദൈവത്തിൽ നിന്ന് വരും. നമുക്ക് വേണ്ട സഹായം കർത്താവിൽ നിന്ന്. ഈ ഒരു പ്രത്യാശയോടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ലോക സമാധാനത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളെല്ലാം മാറി പ്രത്യാശയുടെ, ആനന്ദത്തിൻ്റെ ഒരു സമൃദ്ധി
ലോകജനതയിൽ മുഴുവൻ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി മധ്യപൂർവേഷ്യയെ നമുക്ക് ഓർക്കാം. എല്ലാവരെയും കർത്താവ് പ്രാർത്ഥിക്കുവാനായി ഉണർത്തട്ടെ. ആമേൻ.